ഭൂമിയുടെ ഉപ്പു ലോകത്തിൻ്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ അതിനെ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന് പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കാൻ അസാധ്യമല്ല. വിളക്കു കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കുകയില്ല, പീഠത്തിന്മേൽ വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ആ പ്രകാശം മനുഷ്യർ നിങ്ങളിൽ പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങൾ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? എൻ്റെ സ്നേഹമുള്ള പിതാവ് അറിയുന്നതിന് എൻ്റെ ചെല്ല മക്കൾ, എൻ്റെ പെമ്മക്കളെ, എൻ്റെ ആമക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണോ? നിങ്ങളെല്ലാം ഹാപ്പിയാണോ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. അമ്മ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉപ്പെന്ന് പറയണ അത് സ്നേഹമാണ് മക്കളെ, സ്നേഹം. ഈ അമ്മ മക്കളോട്, ഈ ലോകത്ത് എല്ലാ മക്കളോടും അമ്മ സ്നേഹമായിരിക്കണം. പ്രകാശം അത് നിങ്ങളോട് ഞാൻ എങ്ങനെയായിരിക്കും? ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ അതാണ് മക്കളെ ചിരി, അതാണ് സന്തോഷം, അതാണ് പ്രകാശം. എൻ്റെ മക്കളോട് ഞാൻ സന്തോഷമായിരിക്കും ജീവിതകാലം മൊത്തം. അപ്പം ഈ പ്രകാശത്തിനെയും ഉപ്പായ എന്നെയും ഇവിടെ തല്ലിക്കെടുത്താൻ ആളുകൾ ഒത്തിരി ഉണ്ട് മക്കളെ. എൻ്റെ ചെല്ല മക്കളെ 5 ദിവസം കഴിയുമ്പോൾ അമ്മ എന്ത് ചെയ്യും? തെങ്ങിൻ്റെ മൂട്ടിൽ എടുത്തിടണ ഉപ്പായിട്ട് അവരെടുത്തിട്ടിട്ട് ചവിട്ടി പോകും. അമ്മയ്ക്ക് ഉറ കെട്ടുപോയി എന്ന് വെച്ചാൽ അമ്മ ഇപ്പം ഈ ഉശിരോടെ പറയണതെല്ലാം അവർക്ക് പിന്നെ ഒരു നിസ്സാരമായി തീരും ഇവിടെ ഉള്ളവർക്ക്, എൻ്റെ ചെല്ല മക്കളെ. അതുകൊണ്ട് ഈ കരുണയുടെ സഹായം അമ്മ വഴി ചെയ്യണം. ഈ പള്ളിയിലെ സഹായങ്ങളെല്ലാം എന്ത് ചെയ്യണം? അമ്മയുടെ ഈ പാവപ്പെട്ടവൻ്റെ അമ്മയ്ക്ക് വിലയുണ്ടാവണം. വേണ്ടേ മക്കളെ? വേണം. എൻ്റെ യേശുവായ ദൈവം, എൻ്റെ മകൻ എന്ന് പറഞ്ഞ യേശു ഇവിടെ ഒത്തിരി ഇതുപോലെ പീഡകൾ സഹിച്ചു. ഇതാ നിനക്കായി ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവൻ എനിക്കായി ബന്ധിക്കപ്പെട്ടു ഇവിടെ ഈ ഗെത്സമനേ. അത്രയ്ക്ക് അവൻ പീഡകൾ സഹിച്ചു മക്കളെ. ഈ അമ്മയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. അവൻ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചു, വിഷമിച്ചു, കരഞ്ഞു, കണ്ണീര് ചിന്തി. ഇതേപോലെ വേർപ്പ് ചിന്തിയാണ് എൻ്റെ മകൻ ഇവിടെ നിന്ന് പോയത്. എൻ്റെ ചെല്ല മക്കളെ, അവന് നീതി കിട്ടണം, അവന് ന്യായം കിട്ടണം. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം എന്ത് ചെയ്യണം? പാവപ്പെട്ട അമ്മരെ കൂടി എന്ത് ചെയ്യണം? ഈ സഹായങ്ങളെല്ലാം, പാവപ്പെട്ടവൻ്റെ സഹായങ്ങൾ, എല്ലാ സഹായവും, പള്ളിയുടെ എല്ലാ സഹായം എന്തിനും ഇതിൽ കൂടി മക്കളെല്ലാം കൈത്താങ്ങൾ ഇതിൽ കൂടി തരണം. എൻ്റെ ചെല്ല മക്കൾ നിങ്ങൾക്ക് വേണ്ടിയാണിതാ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. പള്ളി പണിയല്ല ഇനിയിപ്പോൾ ഉടനെ പിതാവിൽ കൂടി അത് പറഞ്ഞ് ഇവിടെ യേശുവിൽ കൂടി ഇതാ പണികളെല്ലാം നാടെല്ലാം ഒരുമിക്കണം മക്കളെ. നിങ്ങളെ വരവേൽക്കാൻ കരുതി, എൻ്റെ ചെല്ല മക്കളെ വരവേൽക്കാൻ കരുതി നാടെല്ലാം ഒത്തൊരുമിച്ച് എന്ത് നല്ല സന്തോഷത്തോടെ അവർ നിങ്ങളെ വരവേൽക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം മക്കളെ. എൻ്റെ ചെല്ല മക്കളെല്ലാം ഇവിടെ കൊണ്ടുവരുവാൻ അമ്മേരയിൽ അത്രയ്ക്ക് കഴിവുണ്ട് മക്കളെ. അമ്മ പ്രവചിക്കാൻ കഴിവുള്ള അമ്മയാണ്. അമ്മ അതാണ് പറഞ്ഞത് ഏറ്റവും നല്ല. പള്ളിയിൽ കഴിവുണ്ടോ എന്ന് എനിക്ക് അമ്മ പറയാൻ പറ്റൂല, പക്ഷേ അമ്മയ്ക്ക് കഴിവുണ്ട്. അമ്മയാണ് യേശു കരഞ്ഞുകൊണ്ടിരിക്കണു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വാർത്ത ആരാണ് പറഞ്ഞത്? യേശുവിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ അമ്മയായി ഇവിടെ ഇപ്പോൾ ആഹാരം വെച്ചുകൊണ്ടിരിക്കുന്ന ആ ജോലി ചെയ്യണ ആ അമ്മച്ചി അവർ പറഞ്ഞപ്പോൾ യേശു കരയാണ്. എന്തിനു കരയണം? യേശു കരയണത് യേശു ഒരു രോഗിക്ക് പ്രാർത്ഥിച്ചപ്പോൾ സുഖം കിട്ടിയില്ല. അതുകൊണ്ട് യേശുവിന് ഭയങ്കര സങ്കടം. യേശു ഭയങ്കര കരച്ചിലായിരുന്നു. കരയണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ, ആ അമ്മച്ചി പറഞ്ഞപ്പോൾ, അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്ത് ചെയ്തു? ഓടി രാവിലെ ഈ ഗെത്സമനേ പോയി ആദ്യം ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് ആ വ്യക്തിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ വ്യക്തി എന്ത് ചെയ്തു? രോഗിയായ വ്യക്തി ചാടി കഴിച്ചു മക്കളെ. അത്രയ്ക്ക് പ്രവചിക്കാൻ കഴിവുള്ള അമ്മ പറയും പോലെ ഇവിടെ നടക്കുമോ? പള്ളി വളരുകയാണ് ചെല്ല മക്കളെ. എൻ്റെ മക്കളെല്ലാം ഈ ഉപ്പ് എടുത്ത് ദൂരെ എറി. ഈ അമ്മയെ തന്നെ നിങ്ങൾ, എൻ്റെ മക്കൾ ഈ പാവപ്പെട്ട സഹായങ്ങളെല്ലാം അമ്മേരയിൽ കൂടെ ചെയ്തില്ലെങ്കിൽ എന്നെ തന്നെ എന്തിനേയും എടുത്തവർ തൂക്കി ദൂരെ എടുത്തെറിയും, തെങ്ങിൻ്റെ മുട്ടിലെറിയും എൻ്റെ ചെല്ല മക്കളെ. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം ഈ കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കളെ അമ്മയിൽ കൂടി തന്നെ തരണം എൻ്റെ ചെല്ല മക്കളുകൾ. അതുകൊണ്ട് ഈ വൈദികന്, എൻ്റെ യേശുവിന് വന്ന വിധി എനിക്ക് വരല്ലേ മക്കളെ. എൻ്റെ ചെല്ല മക്കളെ, ഞാൻ പാവപ്പെട്ടവൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം കരുണയുടെ സഹായം ഇതിൽ കൂടി തന്നെ ചെയ്യണം. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിന് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്ന വേദനകളെല്ലാം നിങ്ങൾ ആരോടെ പറയും, എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിഷമിക്കുകയാണ്. നിങ്ങളെല്ലാ മക്കളും എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം മക്കളെ. കുമ്പസാരക്കൂട്ടിൽ നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ പറയുക. ആ യേശുവിനോട് നിങ്ങൾ പറയുക,
കുമ്പസാരിക്കുക. എല്ലാ മക്കളും പോയി കുമ്പസാരിക്കുക. നിങ്ങൾക്ക് എന്തൊരു വേദനയുണ്ടോ, നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തൊരു വിഷമങ്ങളുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക? കുമ്പസാരക്കൂട്ടി പറയുക. കുമ്പസാരക്കൂട്ടി പറയുമ്പോൾ ദൈവം അതിന് നിങ്ങൾക്ക് പരിഹാരം ഉത്തരവും തരും. മക്കളെ, നിങ്ങൾ ആരെയും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്. നമ്മളെ ചതിക്കും മക്കളെ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഹൃദയം തുറന്ന് നമ്മൾ ആരെയും സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളെ ചതിക്കും. നമ്മൾ ആരെ സ്നേഹിക്കണം? കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം. ഈ പടം തന്നെ എനിക്കിന്ന് എൻ്റെ സിസ്റ്റർ, എന്നെ മതപഠനം പഠിച്ച സിസ്റ്റർ എനിക്കൊരു ബുക്ക് തന്നിരുന്നു, വായിക്കാൻ ബുക്ക് തന്നിരുന്നു. ഒരു വിശുദ്ധയായ ഒരു പേരമ്മ മറന്നുപോയി. വിശുദ്ധയായ ഒരു മറിയത്തിൻ്റെ ഒരു ബുക്ക് തന്നിരുന്നു എനിക്ക് വായിക്കാം. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ബുക്കിനകത്ത് ഈ പടം ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ്, നിനക്കിത് വച്ച് പ്രാർത്ഥിക്കാൻ ഈ പടത്തിനെ നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പടം അതാണ് ഇന്ന് അമ്മ യൂട്യൂബിലൂടെ ലോകം എല്ലാവർക്കും കാണാൻ കഴിയും. എൻ്റെ യേശുവും ഇതുപോലെ തന്നെയാണ് മക്കളെ ഈ ഗസമൻ തോട്ടത്തിൽ വേർപ്പുകൾ ചിന്തി, കണ്ണുനീര് ചിന്തി, ഒത്തിരി വിഷമിച്ചു. അമ്മയെയും ഇങ്ങനെയുള്ള വേദനകളിൽ കൂടി കൊണ്ടുപോകാതെ എൻ്റെ ചെല്ല മക്കൾ എന്ത് ചെയ്യണം? കരുണയുടെ സഹായം എല്ലാ മക്കളും ചെയ്യണം. അമ്മ ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വരുമ്പം കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സഹായം അമ്മയിൽ കൂടി ചെയ്യണം. അമ്മയെ കൂടി ചെയ്യുമ്പോഴേ അമ്മയ്ക്ക് സത്യവും നീതിയും എല്ലാം അമ്മയ്ക്ക് നിറവേറ്റാൻ പറ്റുകയുള്ളൂ. എല്ലാം അമ്മയ്ക്ക് പറയാൻ പറ്റുകയുള്ളൂ. എൻ്റെ ചെല്ല മക്കളെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു വിലയില്ല, അമ്മയ്ക്കൊരു അവഹേളനമില്ല. അമ്മ ഇന്ന് തന്നെയും സിസ്റ്ററിനെ തേടി ഇന്ന് മതബോധനത്തിൻ്റെ ഇതിൽ അങ്ങ് ടീച്ചറിൻ്റെ അടുത്ത് ഓടിപ്പോയപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, നീ എന്തിനിഞ്ഞ് വന്നോ എന്നാണ് ചോദിക്കണത്. അപ്പം ഞാൻ പറഞ്ഞില്ല, സിസ്റ്ററിനെ തേടി വന്നു എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല മിണ്ടാകുന്നത്. അപ്പം അങ്ങനെയാണ് മക്കൾ. അപ്പം അതുകൊണ്ട് എത്രയും ഭയങ്കര ഒരു അവഹേളനയാണ്. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെ, ഈ പാവപ്പെട്ടൻ്റെ സഹായവും ഈ സഹായങ്ങളെല്ലാം, ഇവിടെ വരുന്ന സഹായങ്ങളെല്ലാം എൻ്റെ ചെല്ല മക്കളുകൾ എന്ത് ചെയ്യണം? എനിക്ക് തരണം. എൻ്റെ ചെല്ല മക്കളുകൾ ഈ പാവപ്പെട്ടൻ്റെ അമ്മ ഇതിൽ കൂടി സഹായിച്ച് പിതാവിൽ കൂടി സഹായിക്കുമ്പോഴേ പിതാവിനും വൈദ്യർക്കും എന്തേ ഉള്ളൂ മക്കളെ വിലയുള്ളൂ. എൻ്റെ ചെല്ല മക്കളുകളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെല്ല മക്കൾക്ക് ഗൾഫിലിരിക്കണ മക്കളും എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കൾ. അമ്മ വരും. അമ്മയുടെ അടുത്ത് വരണ തൊട്ട് അനുഗ്രഹിച്ച എല്ലാ മക്കൾക്കും അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഉണ്ടാവും മക്കളെ. അതിൽ ഒരു മാറ്റവും ഇല്ല. അമ്മ പറയണ വാക്കിന് ഒരു മാറ്റവും ഇല്ല. അമ്മ പറയണതേ എല്ലാ കാര്യവും നടക്കുമോ മക്കളെ. അതങ്ങനെയാണ്. പക്ഷേ ഇത് 5-6 ദിവസം കൂടെ ആകുമ്പോൾ ഇവർക്ക് വിലയില്ലാതാവും. അതുകൊണ്ടാണ് അമ്മ പറയണത്, മക്കൾ പാവങ്ങളെ സഹായങ്ങളും ഈ പള്ളിയിൽ വരുന്ന സഹായങ്ങളെല്ലാം എന്ത് ചെയ്യണം? അമ്മയുടെ സഹായത്തിൽ കൂടെ ചെയ്യണം എൻ്റെ ചെല്ല മക്കൾ. അല്ലെങ്കിൽ ഈ ഉപ്പിനെ എടുത്ത് ദൂരെ എറിയും പോലെ അമ്മ എടുത്ത് എന്ത് ചെയ്യും? ദൂരെ കളയും. എൻ്റെ ചെല്ല മക്കളെ അമ്മ നിർത്തട്ടെ. എൻ്റെ ചെല്ല മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്, വയ്ക്കുകയാണ്.